എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ ഹോണ്ടയുടെ ഏറ്റവും പുതിയ 2025 OBD2B മോഡൽ ഒരു യൂണിക്കോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യൂണിക്കോൺ നമുക്ക് നോക്കാമെങ്കിൽ നമുക്ക് ക്ലാസിക് ആ പഴയ ലുക്ക് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോണ്ടയുടെ ഏറ്റവും ജനപ്രിയമായ ഒരു വണ്ടിയാണ് യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ആ പഴയ ക്ലാസിക് ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരിപ്പോഴും മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഏറ്റവും ഫസ്റ്റ് നോക്കാമെങ്കിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞാൽ LED ഹെഡ് ലാമ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് മേളിലായിട്ടൊരു നമുക്കൊരു ക്രോം കവറിങ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹാലജൻ ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് പഴയ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും നമുക്ക് എടുത്തു മാറ്റമൊന്നും പറയാനില്ല. ഫ്രണ്ടിലൊരു മഡ് ഗാർഡ് ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ടയർ സൈസ് നോക്കാമെങ്കിൽ നമുക്ക് 80-100-18 ഒരു ടയർ സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 100-90-18 ബാക്കിൽ വന്നിരിക്കുന്നത്. ഒരു 5 സ്പോക്ക് അലോയ് വീലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഷോക്ക് വരുന്നത് നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ബാക്ക് ഷോക്ക് വരുന്നത് നമുക്ക് മോണോ സസ്പെൻഷനാണ് വരുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ലുക്ക് നോക്കാമെങ്കിൽ നമുക്ക് വലിയ എടുത്ത് ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമുക്ക് സൈലൻസറിൻ്റെ ഭാഗത്തു നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ എൻജിൻ പഴയ 160 എൻജിനാണ് വരുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ അത് ട്യൂണിങ്ങും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. നമുക്ക് OBD2B മോഡലായതുകൊണ്ട് എമിഷൻ്റെ അളവൊക്കെ കുറച്ചിട്ടുണ്ട്. അതുപോലെ ആ ട്യൂണിങ്ങും കാര്യങ്ങളും പവറൊക്കെ കൂടി, അതുപോലെ ടോർക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്ക് ഡിസൈൻ നോക്കാമെങ്കിൽ നമുക്ക് ആ ടെയിലൈറ്റ് പഴയ മോഡലുള്ള ടെയിലൈറ്റും ഇൻഡിക്കേറ്ററും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹാലജൻ ബൾബുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഗിയർ ബോക്സ് നമുക്ക് വരുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുപോലെ സൈഡ് സ്റ്റാൻഡ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മാറ്റം ഈ മീറ്ററാണ്, ഡിജിറ്റൽ മീറ്ററാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലായിട്ട് നമുക്കൊരു USB-C പോർട്ട് മൊബൈൽ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീറ്റർ ഒന്ന് ഓണാക്കി നോക്കുന്നതിന് മുന്നായിട്ട് സ്വിച്ചസ് നോക്കാം. സ്വിച്ചുകളിലും മാറ്റം വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ, അതുപോലെ ഹോണിൻ്റെ സ്വിച്ച്, മേളിലായിട്ട് പാസിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇപ്പുറത്ത് നോക്കാമെങ്കിൽ നമുക്ക് ഒരു എൻജിൻ കിൽ സ്വിച്ച് ഉണ്ട്. അതുപോലെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത്രയാണ് സ്വിച്ചിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഹാൻഡിൽ കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. സെയിം ഹാൻഡ്ലിംഗ് പൊസിഷനൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ. നമുക്ക് മീറ്റർ നോക്കാമെങ്കിൽ ഡിജിറ്റൽ മീറ്ററാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഗിയറിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ RPMൻ്റെ ഒരു മീറ്ററുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് അറിയാൻ സാധിക്കുന്നുണ്ട്. സെൻസറിൻ്റെ സൈഡ് സ്റ്റാൻഡ് സെൻസറിൻ്റെ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ബാറ്ററി വോൾട്ട്, പിന്നെ അതുപോലെ ടൈം ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് A, B അതെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ആവറേജ് കിലോമീറ്റർ, ആവറേജ് ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ABSൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ന്യൂട്രലിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് പഴയ XP 125 വന്നിരിക്കുന്ന സെയിം മീറ്ററാണ് ഇതിൻ്റെ അകത്തും വന്നിരിക്കുന്നത്. എൻജിൻ വരുന്നത് 162.71 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 13.18 പവറും 14.58 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് വരുന്നത്. 3 കളർ വേരിയന്റിലാണ് നമുക്ക് വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് 1,55,000 രൂപയോളമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, ഫുൾ ഫിറ്റിങ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ യൂണിക്കോണിൻ്റെ പുതിയ മാറ്റങ്ങളും പുതിയ അപ്ഡേഷനുകളും. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള തുടർന്നുള്ള വീഡിയോസിന് കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ എത്തിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇന്ന് വണ്ടി വന്നിരിക്കുന്നത് മുത്തൂറ്റ് കോന്നി ഷോറൂമിൽ നിന്നാണ്. കോന്നിയിലെ അവിടുത്തെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വണ്ടിക്ക് ടെസ്റ്റ് റൈഡോ വല്ലതും വേണമെങ്കിൽ ആ നമ്പർ വിളിച്ചിട്ട് വരാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.